കൊല്ലത്തിന് ഇതുവരെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് പ്ലേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നതിൽ സന്തോഷം. നല്ല വൈബാണ് ഇവിടെ. നമ്മൾ മുന്നേ കൊറോണ ടൈമിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേസ്റ്റും ഒക്കെ ആയിട്ട് കിടന്നൊരു ഏരിയ. ഞങ്ങളിവിടെ വന്ന് ഫുഡ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് ഇപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആക്കിയതിൽ വളരെ സന്തോഷം. കേരളത്തിൽ ആദ്യമായി ഒരു പാലത്തിനടിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന പാർക്കിലാണ് നാട്ടുവണ്ടി ഒരു ബോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ എവിടെയാണെന്ന്. കൊല്ലത്തെ വി പാർക്കിൽ. കൊല്ലത്തിന് ഇതുവരെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് പ്ലേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നതിൽ സന്തോഷം. 5 വയസ്സുള്ള കൊച്ചു മുതൽ 80 വയസ്സുള്ള അമ്മമാർ വരെ ഇവിടെ വന്നിരുന്ന് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. നല്ല വൈബാണ് ഇവിടെ. കൊല്ലത്ത് നൈറ്റ് ലൈഫ് എന്ന സംഭവം ഇല്ലായിരുന്നു. ഇപ്പം നമുക്കതും കിട്ടി. നല്ലൊരു സന്തോഷം. നമുക്ക് നൈസായിട്ട് വന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടല്ലോ. നല്ല കാര്യം അത്. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാം എല്ലാ തരത്തിലും. സ്പോർട്സ് പരമാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ഗെയിം ആണെങ്കിൽ അങ്ങനെ. പിന്നെ പാട്ടുണ്ട്, വരുന്നവർക്കും പാടാം. ആ ഒരു കൺസെപ്റ്റൊക്കെ അടിപൊളിയാണ്. നല്ല റിലാക്സേഷനാണ് വന്നിരുന്നു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഒരു പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ അത് യൂസ് ചെയ്തത് നല്ലൊരു ഐഡിയ. ഈ കുഞ്ഞു പാടിയതിൻ്റെ മറ്റു വരികളൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഏറ്റവും അവസാനം പാടി അവസാനിപ്പിച്ച ആ വരികളുണ്ടല്ലോ, എന്തൊരു സുന്ദരം ഈ നാട്. ആ കുഞ്ഞു ഒന്നും അറിയാതെ പാടി തന്നതായിരിക്കും. പക്ഷേ മനോഹരമായ ഒരു ഇടത്ത് നിന്നാണ് അവൾ ആ പാട്ട് പാടി തന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ ഒരു സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ LDF സർക്കാരിന് തന്നെ ഏറ്റവും നന്ദി അറിയിക്കണം. കാരണം റിയാസ് സാറിന് തന്നെ, മിനിസ്റ്റർ റിയാസ് സാറിന് നന്ദി അറിയണം. കാരണം കൊല്ലത്ത് ഇങ്ങനൊരു ഇങ്ങനൊരു വാക്ക് വേ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ കൊച്ചിയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല നൈറ്റ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ എന്തായാലും സർക്കാരിന് നല്ല നന്ദി പറയണം. നമ്മൾ മുന്നേ കൊറോണ ടൈമിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേസ്റ്റും ഒക്കെ ആയിട്ട് കിടന്നൊരു ഏരിയ. ഞങ്ങളിവിടെ വന്ന് ഫുഡ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് ഇപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആക്കിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഒരു കുറച്ച് ഫ്രീ ടൈമൊക്കെ വന്ന് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഒക്കെ കഴിയും. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ കാണിച്ച സർക്കാരിനും കോർപ്പറേഷനും ഒക്കെ അത് വലിയ രീതിയിൽ ഒരു വലിയൊരു സംഭവമാണ് അത് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് നടപ്പിലാക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം എന്നാണ് പറഞ്ഞത്. അവിടെ ഇതുപോലെ ആംബിയൻസ് ഉള്ള വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും കൊള്ളാം. അത്യാവശ്യം നല്ല യൂത്ത് പിള്ളേരുണ്ട്, വലിയവരുണ്ട്, മുതിർന്നവരുണ്ട്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളവരിൽ നല്ല വൈബടിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കുന്നുണ്ട്. കൊള്ളാം, നൈസാ. എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല കാര്യം വെച്ചാൽ ഇതിപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം നല്ല കൊല്ലത്ത് ഇങ്ങനെ സംഭവം ആദ്യം തുടങ്ങി ഇവിടെ നല്ലതായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ അതേപോലെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ. ഇവിടുന്ന് ഇനിയും കുറേ കൂടെ പുതിയ സാധനങ്ങളൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു സംരംഭം തന്നെയാണ്. ഇവരെല്ലാവരും നമ്മളോട് അനുഭവങ്ങൾ പങ്കുവച്ചതുപോലെ പാലത്തിനടിയിൽ ഒരു സ്പേസ് അത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ള ഒരു പരിപാടിയാണ്. ആ ദീർഘവീക്ഷണം അവിടെ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വി പാർക്ക് സന്ദർശിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ തൊട്ടരികിൽ ഒരു ബോർഡ് കാണാം. ഈ മനോഹര നഗരം ഇനി എങ്ങനെ വളരണം എന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതാ ഈ QR കോഡിലൂടെ സജസ്റ്റ് ചെയ്യാം. വൈബ്രൻ്റ് കൊല്ലം 2030 വിഷൻ 2031 എന്ന സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസന നാടിൻ്റെ പുരോഗതിയുടെ മുന്നേറ്റ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് കൊല്ലവും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വി പാർക്കിൽ വരുന്ന ആളുകൾക്കും സജസ്റ്റ് ചെയ്യാം കൊല്ലം ഇനി എങ്ങനെ മാറണം എന്നുള്ള കാര്യം. ഹായ്, ഹലോ. എങ്ങനെയുണ്ട് വി പാർക്ക് എക്സ്പീരിയൻസ്? ഇറ്റ്സ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. വൈ ബിക്കോസ് ഇതിപ്പോൾ ഒരു ബീച്ചിലൊന്നും ഇപ്പോൾ ആരും പോകുന്നില്ല, എല്ലാവരും വി പാർക്കാണ്. ഇപ്പം കൊല്ലത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് കൊല്ലം എന്ന് പറയുമ്പോൾ വി പാർക്ക് എന്ന് ഓർക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് വൺ ഓഫ് ദ റീസൺ അത് ഏറ്റെടുത്ത് നടത്തിയ ആൾ തന്നെയാണ്, നോ ഡൗട്ട്. പിന്നെ എല്ലാവരും ഒരു കൂട്ടായ്മ, നമ്മുടെ പാർക്ക്, ആ പേര് സൂചിപ്പിക്കുന്ന കണക്ക് തന്നെ നമ്മുടെ പാർക്ക്. എല്ലാവരും ഹാപ്പി ആവുന്നു, നമുക്കെല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റുന്നു.
ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു അഭിമാനമാണ് നമ്മുടെ വി പാർക്ക്. ശരിക്കും ഇവിടെ പണ്ടൊക്കെ കാട് പിടിച്ച് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നല്ലേ, അതെങ്ങനെ മാറുന്നു വിചാരിച്ചു? ഒരിക്കലും വിചാരിച്ചില്ല. ഈ പ്രോജക്റ്റ് എൻ്റെ കയ്യിൽ വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഈ 4 മാസം കൊണ്ട് ചെയ്ത പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഒരു 4 വർഷത്തെ പ്രവൃത്തികളാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഫോണിൽ കൂടെ തരും. നമ്മൾ കൃത്യമായിട്ടത് പാലിക്കും. കൃത്യമായിട്ട് കാര്യങ്ങൾ സക്സസ് ആയിട്ട് വരുമെന്ന്. കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. വികസനത്തിന്റെ സ്വാതന്ത്ര്യം നിറഞ്ഞ മനോഹരമായ മറ്റിടങ്ങൾ തേടി നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടരുകയാണ്.